ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ തിരിച്ചടി. ജഡ്ജിയെ മാറ്റണമെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജികൾ തള്ളി. കേസ് കേൾക്കുന്നതിൽ നിന്ന് പിന്മാറാൻ വിസമ്മതിച്ച് ഹൈക്കോടതി ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മ. അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അർജുൻ, ജഡ്ജിയെ മാറ്റണമെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജികൾ ഇപ്പോൾ കോടതി തള്ളിയിരിക്കുകയാണ്. എന്താണ് കോടതിയുടെ നിരീക്ഷണം? അമൃത, ഹർജികൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലെന്നുള്ളൊരു നിരീക്ഷണമാണ് ഇപ്പോൾ കോടതി നടത്തിയിരിക്കുന്നത്. സംശയങ്ങളും ആരോപണങ്ങളുമാണ് ഉന്നയിക്കപ്പെട്ടത് എന്ന് ജസ്റ്റിസ് സ്വർണകാന്ത് ശർമ്മ ഈ വിധി പ്രസ്താവം നടത്തുമ്പോൾ പറയുകയുണ്ടായി. അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരെ കോടതിയുടെ ജുഡീഷ്യൽ കഴിവ് വിലയിരുത്താൻ അനുവദിക്കില്ല എന്നുള്ള കാര്യം കൂടി ജസ്റ്റിസ് പറഞ്ഞു. മാത്രമല്ല, ഈ ജഡ്ജിയുടെ മക്കൾ കേന്ദ്ര സർക്കാർ പാനലിലെ കൗൺസിലർമാരാണ്, അതുകൊണ്ട് ജസ്റ്റിസ് പക്ഷപാതം കാണിക്കുന്നു എന്നുള്ളൊരു ആരോപണം അരവിന്ദ് കെജ്രിവാൾ ഉയർത്തിയിരുന്നു. അതും അടിസ്ഥാനരഹിതമാണ്. അങ്ങനെ മക്കൾ കേന്ദ്ര സർക്കാരിന്റെ ജുഡീഷ്യൽ പാനലിൽ ഉള്ളത് കൊണ്ട് ജസ്റ്റിസ് ഇത്തരത്തിൽ പക്ഷപാതം അനുവദിക്കുമെന്ന ആരോപണങ്ങൾ, അത്തരം വാദങ്ങൾ തെറ്റാണ് എന്നുള്ള കാര്യം പറഞ്ഞു. ഒപ്പം തന്നെ പിന്മാറുകയാണെങ്കിൽ ഈ സ്വർണകാന്ത് ശർമ്മ കേസ് പരിഗണിക്കുന്നതിലും പിന്മാറുകയാണെങ്കിൽ അത് ജുഡീഷ്യൽ അന്തസ്സത്തെ ബാധിക്കും എന്നുള്ള നിരീക്ഷണം കൂടിയാണ് നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ RSSന്റെ അഭിഭാഷക സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുത്തതിനെതിരെയും ആരോപണം ഉന്നയിച്ചിരുന്നു. അതും നിയമപരമായിട്ടുള്ള വിഷയങ്ങളിൽ സംസാരിക്കാൻ അധികാരമുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പരിപാടിയിൽ പങ്കെടുത്ത രാഷ്ട്രീയ പക്ഷപാതമായി ചിത്രീകരിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അമൃത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.